നമസ്കാരം. അങ്ങനെ നമ്മുടെ തൃശ്ശൂർ പൂരം ആയിരിക്കുകയാണ്. പ്രധാനമായിട്ട് ഈ വർഷത്തെ പൂരത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ തൃശ്ശൂരിൻ്റെ മണ്ണിൽ നിന്ന് വിജയിച്ചു പോവുകയും അദ്ദേഹം കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രവും ഇപ്പോഴത്തെ ഇവിടുത്തെ സാഹചര്യവും നമ്മളിവിടെയുള്ള തൃശ്ശൂരിലെ തന്നെ കുറച്ച് ചേട്ടന്മാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു ചേട്ടാ? രാധാകൃഷ്ണൻ. സുരേഷ് ഗോപി MP ആയതിനു ശേഷം അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി ആയതിനു ശേഷം ആദ്യത്തെ പൂരമാണ്. അദ്ദേഹം ഇവിടെ ഉണ്ട്. കഴിഞ്ഞ വട്ടത്തെ പോലെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും, ഉറപ്പാണോ? തീർച്ചയായിട്ടും. കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള, അതായത് മറ്റുള്ള ഘടകകക്ഷികൾ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു പരിപാടികൾ ഇവിടെ നടന്നിട്ടില്ല. വളരെ ശക്തമായി തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ സോഴ്സും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ തവണ പൂരം ഗംഭീരമാക്കാനുള്ള എല്ലാവിധ പരിപാടികളും അദ്ദേഹം ആസൂത്രണം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അത് ഇന്നലെ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. പരമാവധി നമുക്ക് റൗണ്ടിലേക്ക് ആളുകളെ കയറ്റിവിടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായാലും എല്ലാതും വളരെ ഭംഗിയായി തന്നെ ഇന്നലെ കാര്യങ്ങൾ നടന്നു. അദ്ദേഹം ഓൾറെഡി ഈ 2-3 ദിവസം ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇതെല്ലാം ഭംഗിയാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വട്ടം മന്ത്രി വാസവൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രസ്താവന ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂർ പൂരത്തിന് മതചിഹ്നങ്ങളൊന്നും പാടില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനങ്ങളോ മറ്റൊന്നും പാടില്ല എന്നുള്ള പറഞ്ഞിട്ടുള്ളൊരു സംഭവമായിരുന്നു. രാഷ്ട്രീയത്തിന്റെ ഉപരിയായിട്ട് മതചിഹ്നം പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഓംകാരം പോലും ഇവിടെ പാടില്ല എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കാവിക്കൂടി പാടില്ല. ഇത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ഒരിക്കലുമല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മതചിഹ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ മതവിശ്വാസികളും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പം നമുക്ക് ഹിന്ദു സമുദായത്തെ, പക്ഷേ ഇവിടെ നമ്മൾ ഒരു മതത്തിൻ്റെ മാത്രമുള്ളൊരു ആഘോഷമല്ല അത്. എല്ലാ മതവിഭാഗങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു പരിപാടിയാണ്. പക്ഷേ എന്ന് വിചാരിച്ചാലും വാസവൻ്റെ ഒരു പ്രസ്താവന അതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം പറഞ്ഞായിട്ടാണ് നമ്മളെന്നല്ല തൃശ്ശൂർ ജനത അത് ഉൾക്കൊള്ളുന്നുള്ളൂ. ഇവിടുത്തെ ഒരു MLA ഉണ്ടല്ലോ, നിലവിലെ CPI-കാരനായിട്ടുള്ള MLA, അദ്ദേഹം ശ്രീരാമനെ പറ്റിയിട്ടൊരു പ്രസ്താവന നടത്തിയിരുന്നു പാർലമെന്റ് ഇലക്ഷനൊക്കെ മുന്നോടിയായിട്ട്. വളരെ മോശമായിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ. അതെ. ഇങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ തൃശ്ശൂരിലെ ഹിന്ദു സമൂഹത്തിന്റെ ഉള്ളിൽ വലിയൊരു മാറ്റം, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനൊക്കെ എതിരെയുള്ള ഒരു വികാരം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രസ്താവന ജനം പുച്ഛിച്ചു തള്ളാണ് ചെയ്തത്. കാരണം വെച്ചാൽ ഒരു MLA-യുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നമ്മൾ പൊതുവേദികളിലൊന്നും അദ്ദേഹത്തിനെ അടുത്ത കാലത്തൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു പ്രസ്താവനയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് കുറേ ഭയപ്പാടുണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇവിടേക്ക് വരാത്തത്. തൃശ്ശൂർ പൂരത്തിന്റെ നിലവിലൊരു ചരിത്രം ജസ്റ്റ് ഒന്ന് വിവരിക്കാൻ സാധിക്കുമോ? എങ്ങനെയാണ് ഇവിടെ സ്റ്റാർട്ടിങ്, അല്ലെങ്കിൽ ഈ നമ്മുടെ ആറാട്ടുപുഴ പൂരവുമായി ബന്ധം, അതിൽ നിന്ന് വേർതിരിച്ചു പോയൊരു സംഭവമായിരുന്നു അല്ലേ? ജസ്റ്റ് ഒന്ന് ചേട്ടൻ അറിയാവുന്ന ഒരു വിഷയം ഒന്ന് വിശദീകരിക്കുന്നു. അറിയാവുന്ന സംഭവം, ആറാട്ടുപുഴ പൂരത്തിന് ചില ദേശങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കാത്തൊരു അവസ്ഥ സംജാതമാവുകയും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശക്തൻ തമ്പുരാൻ തന്നെ ഒരു ഫോം ചെയ്തുള്ള ഒരു ഐതിഹാസികമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മളെ ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അതിൽ ഇപ്പോഴത്തെ ഇവിടുത്തെ യൂത്ത്, നിലവിലെ ജനറേഷൻ തൃശ്ശൂർ പൂരവുമായിട്ട് വലിയ തരത്തിൽ സഹകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഒരുപാട് തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രവർത്തന കാര്യങ്ങളൊക്കെ പ്രയത്നിച്ചിട്ടുള്ള ആളുകളാകും. അപ്പം അതുപോലെ ഭാവി തലമുറ ഏറ്റെടുക്കാനുള്ള സാധ്യത ഉണ്ട്. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. സാധാരണ നമ്മൾ ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ മെയിൻ വെടിക്കെട്ടിന് അത്രയ്ക്ക് സമാനമായുള്ള ജനങ്ങളാണ് ഇന്നലെ ഒഴുകിയെത്തിയത്. അത് നമ്മൾ പല ഭാഗത്തു നിന്ന് നമ്മൾ പല ജനറേഷനിലുള്ള ആളുകളും ബൈക്കിലായാലും കാറിലായാലും പാഞ്ഞു വന്ന് ഒരു 4 മണിക്ക് തന്നെ ഇവിടെ സ്ഥലം പിടിക്കുന്നൊരു സ്ഥിതിയാണ്. മൊത്തം എല്ലാവരും ഫുള്ള് ഈ ആഘോഷം ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ. അതെ, തീർച്ചയായിട്ടും. മോളെ പേരെന്തായിരുന്നു? കാശ്മീര. എത്ര വർഷമായിട്ട് പൂരം കാണുന്നുണ്ട്? എല്ലാ വർഷം ഉണ്ടോ? 5 വർഷം. 5 വർഷമായിട്ട് കാണുന്നുണ്ട്. വെടിക്കെട്ട് കാണാറുണ്ടോ? തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താ? വിനായകൃഷ്ണ. തൃശ്ശൂർ പൂരത്തിന് എല്ലാ വർഷം വരാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താ? വെടിക്കെട്ട്. അത് എല്ലാ വർഷവും കാണാറുണ്ടോ? ഈ പുലർച്ചെയുള്ള സംഭവമല്ലേ വെടിക്കെട്ട് ഇവിടെ കൂടുതലും ആളുകൾ എല്ലാവരും വന്നെത്തുന്നത്? അത് കാണാറുണ്ട്, ഉറക്കം നിന്ന് കാണാറുണ്ട്. ചേട്ടാ, ഇപ്പോൾ അവസാനമായിട്ട് ഒറ്റ വിഷയം മാത്രം. നമ്മൾ തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം, അത് ഇതിൻ്റെ ഒരു മേന്മ നഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്ക് ചില വിവാദങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുണ്ടാകുന്നത്. ഇത് ആരായിരിക്കും ഇതിൻ്റെ പുറകിൽ നിന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്?
അത് തീർച്ചയായിട്ടും വിവാദം, അതായത് നമ്മുടെ എക്സിബിഷൻ തുടങ്ങുന്ന ആ ദിവസം മുതൽ തുടങ്ങും. അതായത് അതിൻ്റെ തറവാടക കൂട്ടിക്കൊണ്ട്, അതായത് അവിടെ നിന്നുള്ള വരുമാനമാണ് നമുക്ക് പരമാവധി നമുക്ക് പാറമേക്കാവ് അതുപോലെ തന്നെ തിരുവമ്പാടി വിഭാഗക്കാർക്കായാലും ഈ പൂരം നടത്തിപ്പിനുള്ളൊരു ഫണ്ടിൻ്റെ ഒരു സോഴ്സ് എന്ന് പറഞ്ഞത് ഈ നമ്മുടെ എക്സിബിഷനാണ്. അപ്പോൾ അത് ആദ്യം തന്നെ അതിൻ്റെ തറവാടക കൂട്ടിക്കൊണ്ട് അതിനെ ഇല്ലാതാക്കാനുള്ളൊരു ശ്രമം, അത് പ്രത്യേകിച്ച് നമ്മളങ്ങനെ ഓപ്പണായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ചില ഈ നമ്മുടെ ഇവിടുത്തെ ഒരു MLA ഒക്കെ പറഞ്ഞല്ലോ, അതായത് ശ്രീരാമനെ പറ്റിയിട്ടായാലും അങ്ങനെയുള്ള പല ഘടകങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആനേനെ എഴുന്നള്ളിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങളുണ്ട്. അതിന് ഫിറ്റ്നസ് കൊടുക്കാണ്ടുള്ള വിഷയങ്ങളുണ്ട്. പിന്നെ ആനേനെ വെയിൽ കൊള്ളിക്കുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞ് തകർക്കാനുള്ളൊരു ശ്രമം. പക്ഷേ എന്തു തന്നെയായാലും ഓരോ വർഷം കൂടുന്തോറും അതിൻ്റെ ഒരു പ്രസരിപ്പ്, ഒരു ആഘോഷം കൂടി തന്നെയാണ് വരുന്നത്. തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഈ പ്രാവശ്യം ഉണ്ടാവും? തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ ആ ആനക്കാണ് ഏറ്റവും കൂടുതൽ ആരാധകരോടെ? തീർച്ചയായിട്ടും വലിയ രീതിയിലുണ്ട്. ആ തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ ജനങ്ങൾ വികാരമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തിന്റെ എല്ലാ ആരംഭങ്ങളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ രീതിയിൽ തന്നെ മുന്നൊരുക്കങ്ങളും പൂർത്തീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ പ്രധാനപ്പെട്ട എല്ലാ ജില്ലകളിൽ നിന്നും അല്ലെങ്കിൽ ലോകത്തിലെ മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നും തൃശ്ശൂർ പൂരം കാണാനായിട്ട് നിരവധി ആളുകൾ എത്തുന്നൊരു സമയമാണ്. അപ്പോൾ എല്ലാ രീതിയിലും പരമാവധി കഴിഞ്ഞ വർഷത്തെ പോലെയൊന്നും അലങ്കോലപ്പെടുത്താനുള്ള പല ശക്തികളുടെയും ശ്രമങ്ങളെ ആദ്യഘട്ടത്തിൽ തന്നെ ഇല്ലായ്മ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും നാളത്തെ കൂടി പല പ്രധാനപ്പെട്ട വിശേഷങ്ങൾ നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോകളായിട്ടുണ്ടാകും. തൃശ്ശൂരിൽ നിന്നും വിപിൻലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപി തൃശ്ശൂരിലെ MP എക്സിബിഷൻ ഓഫീസ് ഇപ്പോൾ സന്ദർശിക്കുകയാണ്. തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള സ്ഥാപനമാണ്. കഴിഞ്ഞ വർഷം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ പല വിവാദങ്ങളും വിഷയങ്ങളും നമ്മളെല്ലാവരും കണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയം ഇത്തവണ എല്ലാ മേഖലകളും നിരീക്ഷിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രി വാസവൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെയുള്ളൊരു പ്രസ്താവന പോലെയായിരുന്നു വാസവൻ്റെ നിലപാടുണ്ടായിരുന്നത്. മതചിഹ്നങ്ങളൊന്നും തൃശ്ശൂർ പൂരത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ശക്തമായിട്ടുള്ള ഒരു പൂരപ്രേമികളുടെ പ്രതിഷേധം നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു സമയം കൂടിയാണ്. ഈ സമയത്ത് സുരേഷ് ഗോപി തന്നെ നേരിട്ട് ഇറങ്ങി തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട എല്ലാ പൂരവുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളും കൃത്യമായിട്ട് നിരീക്ഷിച്ച് എവിടെയാണോ കുറവുകളുള്ളത് അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനായിട്ടുള്ള മുഴുവൻ നിലപാടുകളുമായിട്ട് അദ്ദേഹം തൃശ്ശൂരിലെ പൂരപ്രേമികൾക്കൊപ്പമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് തൃശ്ശൂർ പോലെയുള്ളൊരു